വളരെ സന്തോഷമുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് മറ്റൊരു വ്യക്തിയുണ്ട്. നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മീഡിയകളിൽ, അതായത് ചാനലിലൂടെ, ടി വി ചാനലിൽ പരിചയപ്പെട്ട നമ്മുടെ അസദ്. നമുക്കറിയാം, ഇങ്ങനത്തെ കുട്ടികൾ സാധാരണ ടെലിവിഷനിലൊക്കെ വന്നാൽ പിന്നെ അവർ ആ ഒരു ലോകത്ത് ഇങ്ങനെ പോയി മറ്റ് സിനിമയിൽ പിന്നണി ഗായകരൊക്കെ ആയിട്ടാണ് സാധാരണ വരാറ്. പക്ഷെ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിട്ട് ഹിഫ്ളിൽ പോയി ഖുർആൻ മനഃപ്പാഠമാക്കി അതിനുശേഷം ഇത്രയും വലിയ കേരളം തന്നെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത് അത് അവരുടെ മാതാപിതാക്കൾ എടുത്ത ആ ഒരു തീരുമാനമാണ്. ഇതൊക്കെ വലിയ ഭാഗ്യമാണ്. ഓരോരോ മാതാപിതാക്കളും അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തും, ഏത് രീതിയിൽ വളർത്തണം എന്നതിന് പൂർണ്ണമായ ഒരു തെളിവാണ് അസദ്. 2 വാക്ക് ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ എങ്ങനെ തോന്നുന്നത്? സന്തോഷമാണോ? എങ്ങനെയാണ് നിങ്ങൾ ആ ടെലിവിഷന് മാറി മറ്റൊരു മേഖല തിരഞ്ഞെടുപ്പ് എന്ത് തോന്നുന്നത്? അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും നമ്മൾ ആ പാട്ടൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ആ കേരളം ഏറ്റെടുത്ത ആ പാട്ട് ഇൻഷാ അല്ലാഹ് 2 വരി. നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയാൻ, ചില്ലുതാർ വിണ്ണിനായി തെളിയും കിനി വരയാൻ, തിരമാല പോലെ പടരാനായി നെറിനാരുവേരു വിടരാനായി, പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ, ചതിപകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ, നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ, നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ. മാഷാ അല്ലാഹ്. അതിൻ്റെ കൂടെ നമ്മളെ മൈദിൻ സ്ഥാപനങ്ങൾ